പ്രിയമുള്ളവരെ, പാലക്കാട് എം.എൽ.എയും കോൺഗ്രസ് നേതാവും സർവോപരി സിനിമാ നടനുമായ രമേശ് പിഷാരടി തൻ്റെ സഹപ്രവർത്തകയും മുൻ അമ്മ പ്രസിഡന്റുമായ ശ്വേതാ മേനോനെ ഫോണിൽ വിളിക്കുമ്പോൾ പ്രയോഗിച്ച ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, ചില അശ്ലീല പ്രയോഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. ശ്വേതാ മേനോനെ രമേശ് പിഷാരടി വിളിക്കുന്നു. അത് അമ്മയിലെ തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ്. ആ ഫോൺ സംഭാഷണത്തിനിടയിൽ രമേശ് പിഷാരടി ചോദിക്കുന്നു, ഇപ്പോൾ എവിടെയാണ്? അപ്പോൾ ശ്വേതാ മേനോൻ പറയുന്നു, ഏതോ ഹോട്ടലിൻ്റെ പേര് പറയുന്നു. എന്താണ് പരിപാടി? അപ്പോൾ ശ്വേതാ മേനോൻ പറയുന്നു, ഹസ്ബൻഡ് വരുന്നുണ്ട് വൈകുന്നേരം. അപ്പോൾ അവരുടെ സംഭാഷണങ്ങളുടെയൊക്കെ ഇപ്പോൾ ഹോട്ടലിലാണ്, ഹസ്ബൻഡ് വരുന്നുണ്ട് എന്നൊക്കെയുള്ള എല്ലാ അർത്ഥങ്ങളും കൂടി ക്രോഡീകരിച്ചുകൊണ്ട് രമേശ് പിഷാരടി ഒരു വഷളം ചിരിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഹസ്ബൻഡ് വന്നിട്ടാണല്ലേ പരിപാടി എന്ന രീതിയിൽ പിന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയിൽ ശ്വേതാ മേനോനുമായി സംഭാഷണം നടത്തുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ചും രമേശ് പിഷാരടിയെ പോലെയുള്ള രാഷ്ട്രീയക്കാരൻ എം.എൽ.എ ഇത്തരം സംഭാഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ആ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് അവർ നേരത്തെയും ഇത്തരം രീതിയിൽ കുറച്ചുകൂടി ഫ്രീഡമായിട്ട് സ്വതന്ത്രത്തോടുകൂടി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ശ്വേതാ മേനോൻ ഈ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യുവാൻ തീരുമാനിച്ചത് കൊണ്ട് അത്തരം ഒരു സംഭാഷണത്തിലേക്ക് വഴുതി വീഴുന്നില്ല. അത്തരം ഒരു സംഭാഷണം നടത്തുവാൻ രമേശ് പിഷാരടിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് താൻ വളരെ മാന്യയാണ് എന്ന രീതിയിൽ സംസാരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും രമേശ് പിഷാരടി കൊടുക്കുവാൻ തന്നെയുള്ള അർത്ഥത്തിലുള്ള ഒരു സംഭാഷണ ശകലമായിരുന്നു ശ്വേതാ മേനോൻ്റേത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ രമേശ് പിഷാരടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. രമേശ് പിഷാരടി പഴയ നടൻ മാത്രമല്ല, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഒരു നിയോജക മണ്ഡലമുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തിൻ്റെ എം.എൽ.എ ആണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർ പ്രതിരോധത്തിലാകുന്നു എന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും പാലക്കാട് തന്നെയുള്ള ഒരു മുൻ എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദങ്ങൾ, അതും കോൺഗ്രസിനെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. രമേശ് പിഷാരടി ആയാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും കോൺഗ്രസ്സുകാരൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. രണ്ടുപേരെയും കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം തൻ്റെ TV ചർച്ചകളിലൂടെ എതിരാളികളുടെ മുനയൊടിച്ചു വിട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒന്നും നിവർന്നു നിൽക്കുവാൻ പോലും കഴിയാതെ ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും ഒക്കെ നേതാക്കന്മാർ ചാനൽ ചർച്ചകളിൽ വീണുടഞ്ഞതാണ്. രമേശ് പിഷാരടി ആകട്ടെ CPM സൈബറിടങ്ങൾ കോമാളി എന്നൊക്കെ വിളിച്ചാക്ഷേപിച്ചുവെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കുവാൻ കഴിയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൻ്റെ തീവ്രത വളരെ സരസമായിട്ട് എതിരാളികളെ ആക്രമിച്ചു വീഴ്ത്തുവാൻ കഴിയുന്ന, അത്രമേൽ സംസാരിക്കാനും സംവദിക്കുവാനും കഴിയുന്ന ആളാണ് രമേശ് പിഷാരടി. നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഒക്കെ വളരെ മികച്ചതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത്തരം ഇടപെടലുകൾ, ഇത്തരം അശ്ലീല ചുവയുള്ള സംഭാഷണങ്ങൾ അത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. രമേശ് പിഷാരടി ഇപ്പോൾ വെറുമൊരു സിനിമാ നടൻ മാത്രമല്ല, അദ്ദേഹം പാലക്കാട് ജനതയുടെ പ്രതിനിധിയാണ്. ഒപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ MLA-യുമാണ് എന്നൊരു യാഥാർത്ഥ്യം അദ്ദേഹം ഉൾക്കൊള്ളേണ്ടതായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിച്ചു വീഴ്ത്തിയതുപോലെ രമേശ് പിഷാരടിയും ചതിച്ചു വീഴ്ത്തുവാനാണ് തീരുമാനം എന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ ചതിച്ചു വീഴ്ത്തിയത് അത് ചില സിനിമാ താരങ്ങളെ മുൻനിർത്തിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ രമേശ് പിഷാരടിക്കും അത്തരം നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. സംഘപരിവാരത്തിൻ്റെ ഒരു പിൻബലം ഉള്ള ഒരു സിനിമാ താരമാണ് ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. പാലക്കാട് എന്ന് പറയുന്നത് സംഘപരിവാര പശ്ചാത്തലമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ രണ്ടാം സ്ഥാനത്ത് വരുന്നത് മിക്കപ്പോഴും BJP ആണ്. BJPയുടെ ഏറ്റവും പ്രമുഖമായ നേതാവ് ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ വിജയസാധ്യത നിലനിർത്തിയ മണ്ഡലമാണ് പാലക്കാട്. അവസാന നിമിഷത്തിൽ ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് ആ മണ്ഡലത്തിൽ BJP പിറകോട്ടടിക്കുകയും ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തുകയും ഒക്കെ കാരണം. അതുകൊണ്ട് തന്നെ BJPക്ക് വ്യക്തമായി കാഴ്ചപ്പാടുള്ള, വിജയിക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് എന്ന ഒരു കാര്യം രമേശ് പിഷാരടി ഓർക്കണം. അതുകൊണ്ട് തന്നെ സംഘപരിവാര പശ്ചാത്തലമുള്ള ശ്വേതാ മേനോനെ പോലുള്ള ആളുകളിൽ നിന്ന് ആ മണ്ഡലത്തിലെ MLA-ക്കെതിരെ ഉള്ള ഒളിയമ്പുകളും പെടുത്തലുകളും ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ചും ഇന്നും ഇന്നലെയും ഒക്കെ ചില മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ശ്വേതാ മേനോൻ്റെ ഹസ്ബൻഡ് ശ്രീവത്സ മേനോൻ സംഘപരിവാര നേതാക്കന്മാരായി അടുത്ത ബന്ധം, അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. അപ്പോൾ പെടുത്തലുകളൊക്കെ ഉണ്ടാകും എന്ന ഒരു യാഥാർത്ഥ്യം രമേശ് പിഷാരടി മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ശക്തവും വ്യക്തവുമായിരുന്നു. കാരണം നിയമസഭാ അംഗമായതിനു ശേഷം അദ്ദേഹം ഒരു പരിപാടികളിലൊന്നും പങ്കെടുക്കുന്നില്ല. ഷോകളിൽ, കോമഡി ഷോകളിൽ, അതുപോലെ അദ്ദേഹം ചാനലുകളിൽ പങ്കെടുത്തിരുന്ന പരിപാടികളിലൊന്നും അദ്ദേഹം പങ്കെടുക്കുന്നില്ല. അദ്ദേഹം പൂർണ്ണമായും ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുകയാണ്. നേരത്തെ മുകേഷിൻ്റെയോ അല്ലെങ്കിൽ ഗണേഷിൻ്റെയോ ഒക്കെ കാര്യം അങ്ങനെയല്ലായിരുന്നു.
ഈ ഗണേശനെയൊക്കെ സംബന്ധിച്ച് അദ്ദേഹം മിക്കപ്പോഴും ബെഡായ് ബംഗ്ലാവിൽ മാത്രം ഒതുങ്ങി നിന്നു. നിയമസഭയിലോ ജനങ്ങളുടെ ഇടയിലോ ഒന്നും ഇറങ്ങിച്ചെല്ലാതെ ബെഡായ് ബംഗ്ലാവ് എന്നൊരു പ്രോഗ്രാമിലും സിനിമയിലും ഒക്കെയായി ഒതുങ്ങി നിന്നു. ഗണേഷ് കുറച്ചുകൂടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇടപഴകി ജീവിച്ചു. നല്ല മികവുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചുവെങ്കിലും അദ്ദേഹം സിനിമയിൽ സജീവമായിരുന്നു. പക്ഷേ രമേശ് പിഷാരടിയെ സംബന്ധിച്ച് അദ്ദേഹം ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട അന്നു മുതൽ താൻ ഇനി 5 വർഷത്തേക്ക് സിനിമയിലോ അതുപോലെയുള്ള സ്റ്റേജ് ഷോയിലോ ഒന്നും ഉണ്ടാകില്ല, തികഞ്ഞ ഒരു ജനപ്രതിനിധിയായി പാലക്കാട്ടെ ജനങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ട് പാലക്കാട് ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അത് തന്നെ ഒരു മികച്ച തുടക്കമായിരുന്നു രമേശ് പിഷാരടിയെ സംബന്ധിച്ച്. പക്ഷേ ഇത് അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല എന്നതാണ് യാഥാർത്ഥ്യം. മികച്ച തുടക്കം ലഭിച്ച രമേശ് പിഷാരടിക്ക് ഈ ശ്വേതാമേനനുമായിട്ടുള്ള ഫോൺ സംഭാഷണം, അതിൽ അശ്ലീലത, ദ്വയാർത്ഥ പ്രയോഗം, അത് അദ്ദേഹത്തെ പ്രതിസ്ഥാനത്താക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ജനപ്രതിനിധികൾ, അത് കോൺഗ്രസ് ആകട്ടെ, CPM ആകട്ടെ, BJP ആകട്ടെ, അവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ ഉണ്ടായതുപോലെയല്ല ഒരു MLA ആയി കഴിഞ്ഞാൽ അവരുടെ പെരുമാറ്റങ്ങളും ഫോൺ സംഭാഷണങ്ങളും ഉണ്ടാകുക. ഫോൺ സംഭാഷണങ്ങൾ എപ്പോഴും റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് എന്നൊരു ധാരണ ഉണ്ടാകണം. പ്രത്യേകിച്ചും രാഷ്ട്രീയ എതിരാളികളാകട്ടെ, സ്വന്തം പാർട്ടിയുള്ള എതിരാളികളാകട്ടെ, കൊടുക്കുവാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാകും എപ്പോഴും. അതിൻ്റെ ഒരു ഗുണഭോക്താവായി മാറുവാൻ അവരുടെ കൂടെയുള്ളവരും ചിലപ്പോൾ എതിരാഷ്ട്ര പാർട്ടിക്കാരും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം നീങ്ങേണ്ട ഒരു പ്രവർത്തന മേഖലയാണ് രാഷ്ട്രീയം എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടെ നിന്നവർ തന്നെ പാലം വലിക്കുന്ന ഒരു പ്രവർത്തന മേഖലയാണ് രാഷ്ട്രീയം. ഒന്ന് വീണാലേ ഒന്ന് വളരൂ, അല്ലെങ്കിൽ ഒന്ന് ചിഞ്ഞാലേ ഒന്ന് വളരൂ എന്ന അവസ്ഥയാണ് രാഷ്ട്രീയത്തിലുള്ളത്. രമേശ് പിഷാരടിയെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, കഥകളൊക്കെ എനിക്കിഷ്ടമാണ്. അങ്ങനെയുള്ള ഒരാൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഇഷ്ടമാണ്. പാലക്കാടുകാർ പ്രത്യേകിച്ച് ധർമ്മസങ്കടത്തിലാകുന്നുണ്ട്. അവർ വിജയിപ്പിച്ചുവിട്ട 2 MLA-മാരും ഇത്തരം ആരോപണങ്ങളിലേക്ക് ചെന്നു വീഴുമ്പോൾ അവരെ പാലക്കാടുകാർക്ക് വളരെ വിഷമമുണ്ടാകുമെന്ന കാര്യത്തിൽ വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി രമേശ് പിഷാരടി പെരുമാറണമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ചും പാലക്കാടുകാരെ ട്രോളിക്കൊണ്ട് ഇന്ന് ഒരുപാട് വീഡിയോകളും മറ്റുമൊക്കെ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ രമേശ് പിഷാരടി മികച്ച MLA ആണെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, സംഭാഷണങ്ങളൊക്കെയും ഇടതുപക്ഷത്തെയും BJP-യൊക്കെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു സാമാന്യ ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ചും സിനിമാ മേഖല ഇതുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉള്ള ഒരു അപഖ്യാതികൾ കേൾക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഇടപെടലുകൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നു തന്നെയാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും. എന്തായാലും രമേശ് പിഷാരടിക്ക് മേൽ ഈ സൈബർ ഇടങ്ങൾ ചൊരിയുന്ന ഈ അപശ്രുതി അത് ഒരു പരിധിവരെ എങ്കിലും കൂടിപ്പോകുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം പരസ്പരം കുറച്ചുകൂടി ഫ്രണ്ട്ലിയായി പെരുമാറുന്ന ആളുകൾ തമ്മിലുള്ള ഒരു സംഭാഷണം, അതിൽ മറ്റൊരാൾ വളരെ ആസൂത്രിത ബുദ്ധിയോടുകൂടി അത് റെക്കോർഡ് ചെയ്ത് പൊതുജനങ്ങളുടെ ഇടയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രചരിപ്പിച്ചു എന്നത് തന്നെയാണ് വസ്തുത. എന്തായാലും ഇത്തരം സംഭാഷണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ ഇങ്ങനെയുള്ള അപവാദങ്ങൾ പെടുമ്പോൾ അവർ വിശ്വസിക്കുന്ന പാർട്ടിയിലെ പ്രവർത്തകർ കൂടി ധർമ്മസങ്കടത്തിൽ ആകുന്നു എന്നാണ് യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോ ഇടുവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.